ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും റെഡിയായി, ഇച്ചോട്ടന് റെഡിയായി. അപ്പോൾ വണ്ടി വന്നു, അനിലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, ബൈ ബൈ പറ, ബൈ. അങ്ങനെ നമ്മള് എയർപോർട്ടിലെത്തി. ആയി. അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്ത് കയറി. പൊതുവേ റിയാദ് എയർപോർട്ടിൽ എങ്ങനെ വെച്ചാൽ സമയത്ത് 3 മണിക്കൂർ മുമ്പേ അകത്ത് കയറ്റാൻ പറ്റും. നമ്മളിപ്പോൾ 12 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ്. 11:55 നമ്മൾ ഉള്ളിൽ കയറി. ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ചെക്കിൻ ഇവിടെ ഉള്ളത്. ചെയ്യൂ കാലിക്കറ്റ്. ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. സോറി, സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇച്ചൂട്ടൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് റിയാദ് ടു കാലിക്കറ്റ് അല്ലേ? ആരെ കാണാൻ പോന്നെ? എല്ലാരും കാണാൻ പോകുന്ന പറ, എല്ലാരും എൻ്റെ അടുത്ത് പോണേ. ഓക്കെ, നമ്മളെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് ചില ആൾക്കാർ പറയില്ല ഇപ്പോൾ എയർപോർട്ടിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. ആ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് സ്റ്റെപ്പ് കിട്ടില്ല. ഇതാണ് വെൽക്കം ലോഞ്ച്. ഈ ലോഞ്ചിനുള്ളിൽ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ അടുത്തൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയർ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ പ്രീമിയർ ക്രെഡിറ്റ് കാർഡ് ആർക്കുള്ള എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള പാസ് ഫ്രീ ആയിരിക്കും. നമുക്ക് ഡിന്നർ കഴിക്കാം അല്ലേ? സ്റ്റെപ്പാണോ? ഫോട്ടോ എടുക്കണം അല്ലേ? അങ്ങനെ നമ്മൾ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. എന്താ സ്ലൈഡ് ഉണ്ട്, ആ സ്ലൈഡിൽ കളിച്ചു വെച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഇച്ചിരി സ്ലൈഡ് കണ്ടു, സ്ലൈഡിൽ കളിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്.
വന്നിട്ട് ഏകദേശം 4-5 മാസമായി. കല്യാണമൊക്കെ ആണ്, കവിൻ്റെ കല്യാണമൊക്കെയാണ്. കവിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ പോകുന്നു. ഓക്കെ, തിരി ഇങ്ങനെ തിരിഞ്ഞേ. ചുട്ടൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അവന് സ്ലൈഡൊക്കെ കിട്ടി. അവന് ഈ സ്ലൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കഴിക്കാനാവില്ലല്ലോ. അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കും. ഞാൻ ചോറും ബീഫും പിന്നെ മാഗിയും ഉണ്ട്, ലെമൺ ജ്യൂസും ഉണ്ട്. ഓക്കെ, കഴിക്കാം. ബീഫ് അറിയാം, നല്ലോണം അവർ ബീഫ് ഇട്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ട് 12 മണിക്കാണ്. അപ്പോൾ ഇവിടെ സ്ലൈഡുണ്ട്. ഇച്ചോട്ടെ നമ്മളെല്ലാവരും 3 ആളും ഫുഡ് കഴിച്ച് ഇച്ചോട്ടെ സ്ലൈഡിൽ കളിക്കുന്നു. ഹായ് ബേബി, ഹായ് ബേബി, ഹായ് അമ്മ എന്നല്ലേ പറയണ്ടേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കോഫി കുടിച്ചിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓക്കെ, ഹായ് അമ്മ പറഞ്ഞേ. ഇങ്ങ് വാ. ബായ്, അച്ഛനും അമ്മയും പോലായിട്ടാ. ബായ് 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 എന്നെ വാ. ചൂടെ ടു ഹായ് പറ, ഹായ് പറ, ഹായ് മോനെ. വേണ്ടപ്പാ, മലയാളിയാ? ആ നോക്കിട്ട് ഞാൻ കണ്ടിന്. ഷാജിക്കില്ല. അച്ഛൻ നോക്കി. നമ്മൾ ഗേറ്റ് നമ്പറിലെത്തി. നമ്മളെ ഗേറ്റ് നമ്പർ വന്നിട്ട് 28ആണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്, റിയാദ് ടു കോഴിക്കോട്. ഓക്കെ,
Passengers traveling on Air India Express. Air India Express. 3222 Cabinet. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. എയർ ഇന്ത്യ എന്നല്ല കേട്ടോ, എയർ ഇന്ത്യ അല്ലേ? എയർ ഇന്ത്യ എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി. not use the lavatory. नमस्कार, आशा है कि आपकी उड़ान आरामदायक रही और हमारे കോഴിക്കോട് എത്തി. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. ഷൂ ആണ്, ഷൂ ഇടുന്ന ചൂടാ. ഫോറാ ഫോർ ഗുഡ് ബോയ്. നമ്മുടെ ബാഗൊക്കെ കിട്ടി. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇവിടെ ഇരുന്നതാണ്. നമുക്ക് പുറത്തിറങ്ങാം. പുറത്ത് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്, അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരൊക്കെ കാണാം. Mollot.